നെക്സ്റ്റ് മോഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അതിൻ്റെ അകത്ത് വരുന്ന റിസ്ക് മാനേജ്മെൻറ്റും അതേപോലെ മാനേജിങ് പീപ്പിൾ ആൻഡ് ടീം വർക്ക്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ റിസ്ക് മാനേജ്മെൻറ്റ് കുറച്ച് വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക്കാണ്. റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ, അനലൈസിങ്, പ്ലാനിങ്, മോണിറ്ററിങ്, ഇതെല്ലാം എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, അതുപോലെ മാനേജിങ് പീപ്പിൾ ആൻഡ് വർക്ക്, അത് നമുക്ക് പോയിന്റ്സ് ചോദിക്കാം. 4 critical factors ഉണ്ട് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മാനേജർ ആൻഡ് ദ പീപ്പിൾ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു എസ്സേയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജിങ് പീപ്പിൾ ആൻഡ് ടീം വർക്ക്. ഓക്കെ, അത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരും. നെക്സ്റ്റ് പിന്നെ പ്രോജക്റ്റ് പ്ലാനിങ്. പ്രോജക്റ്റ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് പ്രോജക്റ്റ് പ്ലാനിങ്. അതിൻ്റെ അകത്ത് പ്ലാനിങ് സ്റ്റേജസ് ഉണ്ട്. ആ പ്ലാനിങ് സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, അതിൻ്റെ പർപ്പസ്, വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ പ്രോജക്റ്റ് പ്ലാനിങ്. പ്രോജക്റ്റ് പ്ലാനിങ്ങിലുള്ള ആക്ടിവിറ്റീസും ഓരോരോ പ്രോസസ്സുകളും പ്ലാനിങ് പ്രോസസ്സുകളുണ്ടല്ലോ അതും പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വിത്ത് ഫിഗർ ഉള്ളതൊക്കെ ഫിഗർ നോക്കി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് COMO കോസ്റ്റ് മോഡലിംഗ്. അത് 4 ഇമ്പോർട്ടൻറ്റ് സബ് മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ ആ സബ് മൊഡ്യൂൾസ് വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ COMO കോസ്റ്റ് മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ PDF അല്ലെങ്കിൽ മറ്റേ ക്രിയേറ്റീവ് നോട്ട്സിൽ കാണും. അതിൽ എസ്റ്റിമേഷൻ ടെക്നിക്സിൻ്റെ അകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, മെയിനായിട്ട് എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, എൻ്റെ ഒരു അൽഗോരിതം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. അതിൻ്റെ മെയിൻ ഐഡിയ, അതിൻ്റെ അകത്ത് ഉള്ള ഫിഗർ. കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള മെയിൻ ഐഡിയ വേണം, അതിൻ്റെ 4 ക്ലോസ്ലി റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഓരോ ആക്ടിവിറ്റീസും എക്സ്പ്ലെയിൻ തക്കത്ത വിധം പഠിക്കുക. കാരണം ഇത് പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ് ഈ വെർഷൻ മാനേജ്മെൻറ്റും. അതുപോലെ വെർഷൻ മാനേജ്മെൻറ്റ് മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ചേഞ്ച് മാനേജ്മെൻറ്റ്, എല്ലാം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ അജൈൽ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ് എന്ത്, ഈ സ്ക്രം മാനേജ്മെൻറ്റ്. അത് ഈ കോൺഫിഗറേഷനിൽ വരുന്നതാണ്. ഓക്കെ, കോൺഫിഗറേഷനിൽ വരുന്നതാണ് സ്ക്രം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ക്രം ഫ്രെയിം വർക്ക്. അതിൻ്റെ ഫിഗർ പഠിക്കുക, കാൻബാൻ മെത്തഡോളജി ആൻഡ് ലീൻ അപ്രോച്ചസ്. അതിൻ്റെ ഫിഗർ വിത്ത് ഡീറ്റെയിൽസ്. എന്താണ് കാൻബാൻ മെത്തഡോളജി ഒക്കെ അതിൻ്റെ 7 പ്രിൻസിപ്പിൾസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 7 പ്രിൻസിപ്പിൾസ് ഓഫ് ലീൻ മെത്തഡോളജി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് കാൻബാൻ എന്താണെന്ന് ചോദിക്കാം, സ്ക്രം ഫ്രെയിം വർക്ക് ചോദിക്കാം. ഓക്കെ, ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കുക എന്താണെന്ന്. ഓക്കെ, സോ മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞു, റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രോജക്റ്റ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്നത്, ഇതെല്ലാം പ്രോജക്റ്റ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ എഫക്റ്റീവ്, അതായത് എസ്റ്റിമേഷൻ ടെക്നിക്സ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് വരുന്നതാണ് വെർഷൻ മാനേജ്മെൻറ്റും അതേപോലെ സ്ക്രം ഫ്രെയിം വർക്കും കാൻബാൻ മെത്തഡോളജിയൊക്കെ. ഓക്കെ അല്ലേ? ഇനി മോഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുള്ള സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലെമ, അതിൻ്റെ ഫിഗർ ഓഫ് MC കോൾസ് ക്വാളിറ്റി ഫാക്ടർ, അതേപോലെ ഐഡിയ ഓഫ് എ ഗുഡ് എനഫ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ ചോദിക്കും. 3 മാർക്കിന് ഐഡിയ ചോദിക്കാവുന്നതാണ്. ആ ഒരു MC കോൾസ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു ക്വാളിറ്റി ഫാക്ടറിൻ്റെ, പിന്നെ മെയിൻ ക്വാളിറ്റി ഫാക്ടറിൻ്റെ എന്തോന്നു ഗുഡ് എനഫ് ഐഡിയാസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എലമെൻറ്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, വേരിയസ് എലമെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓരോ ഫങ്ഷൻസും പഠിക്കുക. സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലമാസ് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന് ചോദിക്കാം, പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. പിന്നെ SQA ടാസ്ക് ആൻഡ് നീഡും ഗോൾ, മെയിൻ ഗോൾ ഓഫ് SQA ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസിൻ്റെ മെയിൻ ഗോൾ എന്താണ്,
അതിൻ്റെ അകത്ത് വരുന്ന ഫോക്കസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം പഠിക്കണം. SQL ടാസ്ക്. നെക്സ്റ്റ് എന്ന സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, SPI പ്രോസസ്സ് പാർട്ട് ബിയിൽ നമുക്കൊരു ഡീറ്റെയിൽ essay ആയിട്ടൊക്കെ ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ അപ്രോച്ച് 6 സപ്പോർട്ട് കോൺസ്റ്റൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് ഫിഗർ. ഓക്കെ. പിന്നെ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്താ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. CSS അതിൻ്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. 3 മാർക്കിന് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കാം. ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ വിത്ത് ബെനിഫിറ്റ്സ്. അതിൻ്റെ ബെനിഫിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എവരിത്തിങ് ആസ് എ സർവീസിൽ വരുന്നതാണ് IaaS PaaS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അത് വിർച്വലൈസേഷൻ ആൻഡ് കണ്ടെയ്നേഴ്സ് അത് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇതെല്ലാം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസും വിർച്വലൈസേഷൻ കണ്ടെയ്നേഴ്സും മൈക്രോ സർവീസ് ആർക്കിടെക്ചർ അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ഈ എവരിത്തിങ് ആസ് എ സർവീസും സോഫ്റ്റ്വെയർ ആസ് എ സർവീസൊക്കെ ഈ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. 3 മാർക്കിന് എവരിത്തിങ് ആസ് എ സർവീസും വിർച്വലൈസേഷൻ ആൻഡ് കണ്ടെയ്നേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം പാർട്ട് എയിൽ. അതുപോലെ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ഒരു 3 മാർക്കിനും മൈക്രോ സർവീസും essay ആയിട്ടും മൈക്രോ സർവീസ് ചോദിച്ചിട്ടുണ്ട്. മൈക്രോ സർവീസ് ആർക്കിടെക്ചറും നോക്കണം. അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ കീ ഡിസൈൻ ഫീച്ചേഴ്സ് നോക്കണം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള അതിൻ്റെ ഓരോ മൈക്രോ സർവീസ് ഡിപ്ലോയ്മെൻറ്റും അതിൻ്റെ ഫെയിലിയർ ടൈപ്പും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസും എല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ SQL ടാസ്ക്, അതുപോലെ സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ അതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ ഓറായിട്ടൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ നമുക്ക് 100% പറയാൻ പറ്റില്ല അത് പാർട്ട് ബി തന്നെ ഓറായിട്ട് വരണമെന്ന്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലമാസ് പഠിക്കുക. അതേപോലെ സോഫ്റ്റ്വെയർ ക്വാളിറ്റീസ്, MC കോൾസ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ SPA സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 5 ഓക്കെ.